സംസ്ഥാനത്തെ അവയവമാറ്റിവെക്കലിനായി കേസോട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന 2832 പേരാണ്. ഇതിൽ കൂടുതലും വൃക്കരോഗികളാണ്. 2193 വൃക്കരോഗികളാണ് അവയവമാറ്റത്തിനായി കാത്തിരിക്കുന്നത്. സർക്കാർ സ്വകാര്യ മേഖലകളിൽ മരണാനന്തര അവയവദാന ശസ്ത്രക്രിയയ്ക്ക് രോഗി കേസോട്ടോയിൽ രജിസ്റ്റർ ചെയ്യണം. മേഘന മുരളി ആ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നു. മേഘന, ഗുഡ് മോർണിംഗ് അഗൈൻ. അപ്പോൾ കേസോട്ടോയെ പറ്റി ഒരു ഡോക്ടർ മോഹനൻ പരാതി പറയുകയും അദ്ദേഹം അത് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിക്കുകയും പിന്നെയും അദ്ദേഹത്തിനും നേരത്തെ ഹാരിസിനോട് പറഞ്ഞതുപോലെയുള്ള ചില പ്രതികരണങ്ങൾ കിട്ടുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഡോക്ടർ ഉയർത്തിവിട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ ചർച്ചകൾക്കും എന്തുകൊണ്ട് കേസോട്ടോ വേണ്ട തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോവുകയാണല്ലേ മേഘന? തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ മോഹൻദാസ് ആണ് ഇത്തരത്തിൽ കേസോട്ടോ പൂർണ്ണ പരാജയമാണ്. 2017 ശേഷം അവയവദാനമോ അല്ലെങ്കിൽ മസ്തിഷ്ക മരണമോ സർക്കാർ ആശുപത്രികളിൽ സ്ഥിരീകരിക്കുന്നത് കുറയുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിന് പിന്നാലെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിശദീകരണം ചോദിക്കുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷവും ഇതിന് പിന്നാലെ എന്താണ് ഇപ്പോൾ കേസോട്ടോയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ കേസോട്ടോയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി നടക്കുന്നത്. അതിൽ നേരത്തെ തന്നെ പുറത്തു വന്ന കണക്കനുസരിച്ച് ഈ കേസോട്ടോയുടെ ഒരു പഴയ പേരാണ് മൃതസഞ്ജീവിനി. ഈ മൃതസഞ്ജീവിനി തുടങ്ങിയിട്ട് 13.5 വർഷം കഴിയുകയാണ്. ഈ 13.5 വർഷം കഴിയുമ്പോഴും 389 മസ്തിഷ്ക മരണം മാത്രമാണ് സ്ഥിരീകരിച്ചത്. അതിൽ ആദ്യ 251 ആദ്യ 5 വർഷത്തിലാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 8.5 വർഷം പിന്നിടുമ്പോഴും അതിൽ എണ്ണം കുറവുണ്ട് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ അവയവ മാറ്റത്തിനായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണവും അത് വലിയ തരത്തിലുള്ളൊരു വർധനവുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസോട്ടോ വഴി രജിസ്റ്റർ ചെയ്താണ്, അത് സർക്കാർ ആശുപത്രിയാണെങ്കിലും സ്വകാര്യ ആശുപത്രിയാണെങ്കിലും കേസോട്ടോ വഴി രജിസ്റ്റർ ചെയ്താണ് അവയവ മാറ്റിവെക്കലിനായി രോഗികൾ തയ്യാറെടുക്കേണ്ടത്. അതിൽ അവയവ മാറ്റിവെക്കൽ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്നത്. അതിൽ പുതുജീവൻ കാത്ത് 2832 രോഗികൾ കാത്തിരിക്കുന്നു. അതിൽ കൂടുതലും വൃക്കരോഗികളാണ്, 2193 പേരാണ്. കൂടാതെ കരൾ മാറ്റിവെക്കലിനായി 498 പേർ, ഹൃദയം മാറ്റിവെക്കലിനായി 71 പേർ, ഒന്നിലധികം അവയവങ്ങൾക്കായി 30 പേർ, ചെറുകുടൽ 3, ശ്വാസകോശം 1, പാൻക്രിയാസ് 10, കോർണിയ 20, കൈകൾ 6. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നീണ്ട നിര പോകുന്നത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഡോക്ടർ മോഹൻദാസ് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ അത് 2017 ശേഷം ഈ മൃതസഞ്ജീവനി ആണെങ്കിലും കേസോട്ടോ ആണെങ്കിലും അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കുറയുന്നു എന്നുള്ള വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവയവമാറ്റ വയ്ക്കലിനായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്നത്. അതാണ് 2832 എന്ന് പറയുന്ന ഒരു ഭീമമായിട്ടുള്ള കണക്കിലേക്ക് പോവുകയും ചെയ്യുന്നത്. പുതുജീവൻ കാത്ത് അവയവ മാറ്റിവെക്കലിനായി 2832 പേരാണ് ഇപ്പോൾ കേരളത്തിൽ, അത് വിവിധ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലുമായി കാത്തിരിക്കുന്നത്. ഓക്കെ, മേഘന മുരളിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഹാരിസ് സർക്കിൾ ഡോക്ടറിന് പിന്നാലെയായിരുന്നു ഡോക്ടർ മോഹൻദാസ്. ഇത് കേസോട്ടോ പൂർണ്ണ പരാജയമാണ്. 2017 കഴിഞ്ഞ് ഇത് ഓൾമോസ്റ്റ് സ്തംഭനാവസ്ഥയിലാണ് എന്ന കാര്യം ഡോക്ടർ പറഞ്ഞത്. അദ്ദേഹത്തിന് അത് മെമ്മോ കിട്ടിയെങ്കിലും അദ്ദേഹം ഉയർത്തിവിട്ട ചർച്ചകൾ തുടരുകയാണ്. നല്ലതാണ്, ചർച്ചകൾ നടക്കട്ടെ.